everyone, welcome to Roshnisfoodnlife. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓമയ്ക്ക തോരനാണ്. അപ്പോൾ പല സ്ഥലത്തും പല പേരുകളായിരിക്കും പറയുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഓമയ്ക്ക എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ചില സ്ഥലത്ത് കപ്ലങ്ങ, മറ്റു ചില പേരുകളും പറയുന്ന സ്ഥലങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓമയ്ക്ക കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നൊരു വീഡിയോ ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഓമയ്ക്ക തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നോക്കാം എങ്ങനെയാണ് നമ്മൾ അടിപൊളി ഓമയ്ക്ക തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഓമയ്ക്ക തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ ഓമയ്ക്ക ഒരു ചെറിയ ഓമയ്ക്കാണ് കേട്ടോ. ഓമയ്ക്ക ഇപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയിലേക്ക് നമുക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം ഒരു വലിപ്പമുള്ളൊരു മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ജീരകമാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഓമയ്ക്കകത്ത് ഒരുപാട് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ജീരകം ചേർക്കുന്നില്ല. എന്താ പറയാ, ഒരു നുള്ളു ജീരകം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് കുറച്ച് മുൻപ് നിൽക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വരാം. വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ വെക്കാൻ പോകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പും ഓമയ്ക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കും. അതിനുശേഷമാണ് ഞാൻ കടുക് വറുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കടുക് വറുത്തിട്ട് തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ആദ്യം കടുക് വറുത്ത് അതിലേക്ക് നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ഓമയ്ക്കയും ചേർത്ത് ഇളക്കി വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അവസാനമാണ് കടുക് വറുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആ കടുക് വറുത്തിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളത്. ഇപ്പൊ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഓമയ്ക്ക അരിഞ്ഞു വെച്ചതാണ്. ഒരു ഓമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയം വലിപ്പമുള്ളത് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ചുകൂടെ സൈസ് കുറവാണ് കേട്ടോ. ഓമയ്ക്ക് ഞാൻ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരപ്പും അതുപോലെ ഓമയ്ക്കയും ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒതുക്കി എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഒതുക്കി സെന്ററിലായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓമയ്ക്കയിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ചെറിയ തീയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരപ്പിലെ ഒരു നനവും ഓമയ്ക്കയിലെ ഒരു നനവും മാത്രം മതി നമുക്ക് ഓമയ്ക്ക വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടേക്കണം കേട്ടോ. നമ്മുടെ തോരനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ തോരന് കടുക് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആട്ടോ തോരനൊക്കെ ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികൾക്ക് ഞാൻ നേരത്തെ പറയാറുണ്ട്, വെളിച്ചെണ്ണ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്നാലേ ആ രുചി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് ശരിക്കുള്ളൊരു ഫീല്. ഇപ്പൊ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്.
കുരുമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്ക തോരൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു, കടുകും വറുത്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്ക തോരൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടായിരുന്നു ഓമയ്ക്ക തോരൻ? നമ്മുടെ കപ്ലങ്ങ തോരൻ അടിപൊളിയായിട്ടില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ചേർത്തുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ചില സ്ഥലങ്ങളിൽ ഉള്ളി ചേർക്കും, ചില സ്ഥലത്ത് ഉള്ളി ചേർക്കത്തില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിൽ, ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന രീതിയിൽ, ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നല്ല അടിപൊളി തോരനാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.